Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about the different bases of market segmentation. Market segmentation divides a market into well-defined slices. A market segment consists of a group of customers who share a similar set of needs and wants. The marketer's task is to identify the appropriate number and nature of market segment and decide which one to target. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ മാർക്കറ്റിനെ ചെറിയ ചെറിയ സബ് ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്യുക. സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള കസ്റ്റമേഴ്സിനെ എല്ലാം ഒന്നായി ചേർത്തുകൊണ്ട് അവരെ ഒരു സബ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെഗ്മെൻ്റ് ആയി ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സെഗ്മെൻ്റ് ആയി ഡിവൈഡ് ചെയ്യുന്നത് വഴി അവർക്ക് ആവശ്യകരമായ മാർക്കറ്റ് മിക്സ് ഡെവലപ്പ് ചെയ്യുകയും അവരെ കുറച്ചുകൂടെ ടാർഗറ്റഡ് ആയി ഫോക്കസ് ചെയ്ത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനും പറ്റുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. Now let us see what are the different bases of market segmentation. The first base is geographic segmentation. The market is divided into geographical units such as nation, states, region, cities, neighborhood, etc. Depending upon the area of location, consumers are often found to have difference in their consumption behavior. അപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്തേണ്ട പലവിധ ബേസുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ബേസ് ആയിട്ട് നമ്മൾ പറയുന്നത് ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ജിയോഗ്രാഫിക് ഏരിയ അനുസരിച്ച്, അതായത് ഒരേ നേഷനിലുള്ള ആൾക്കാരെ ഒരു സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരേ സ്റ്റേറ്റിലുള്ള ആൾക്കാരെ ഒരു സെഗ്മെൻറ്റ്, റീജിയനിലുള്ള ആൾക്കാരെ ഒരു സെഗ്മെൻറ്റ്, അങ്ങനെ റീജിയൻ ജിയോഗ്രാഫിക്കൽ ഏരിയയുടെ ബേസിൽ സെഗ്മെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. കാരണം ഓരോ ഏരിയയിലുള്ള ആൾക്കാർക്കും പല രീതിയിലുള്ള കൺസ്യൂമർ ബിഹേവിയർ ആയിരിക്കും. അതായത് ഇന്ത്യയിലുള്ള ഒരു കസ്റ്റമറിൻ്റെ കൺസ്യൂമർ ബിഹേവിയർ ആയിരിക്കില്ല മറ്റൊരു കൺട്രിയിൽ, അല്ലെങ്കിൽ അമേരിക്ക പോലും വെൽ ഡെവലപ്ഡ് കൺട്രിയിലുള്ള ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് വൈഡ് മാർക്കറ്റുള്ള ഒരു കമ്പനിക്ക് അവരെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യ ഒരു സെഗ്മെൻ്റ് ആയി ഡിവൈഡ് ചെയ്യാം, അമേരിക്ക മറ്റൊരു സെഗ്മെൻ്റ് ആയി ഡിവൈഡ് ചെയ്യാം. ഇത്തരത്തിലാണ് നമ്മൾ ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. The geographical segmentation may be on the basis of area. The market is divided into geographic areas such as nation, state, region, cities, neighborhood, etc. ജിയോഗ്രാഫിക്കൽ സെഗ്മെൻറ്റേഷൻ്റെ അകത്ത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പല ബേസാണ്. ഒന്നാമത്തത് ഏരിയ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയുടെ ബേസിൽ ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ്ലി ക്ലൈമറ്റ്. മാർക്കറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് മേ ഹാവ് ഡിഫറെൻറ്റ് ക്ലൈമറ്റ് കണ്ടീഷൻസ്. Demand for certain products is influenced by climate. മറ്റൊരു ബേസാണ് ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ്റെ അകത്ത് തന്നെ മറ്റൊരു ബേസാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച്. അതായത് ചില ഏരിയകളിൽ ക്ലൈമറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. പല ഡിഫറെൻറ്റ് ക്ലൈമറ്റ്സ് ഉള്ള ഏരിയകളുണ്ടായിരിക്കും. കാരണം ക്ലൈമറ്റ് മാത്രം അനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും ചില പ്രോഡക്റ്റുകളുടെ ഡിമാൻഡും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. കാരണം ഒരു കോൾഡ് ക്ലൈമറ്റ് ഉള്ള ഏരിയ ആണെങ്കിൽ അവിടെ കൂടുതലും കോൾഡിനെതിരെ ഫംഗ്ഷൻ ചെയ്യാനുള്ള ക്ലോത്ത്സും അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ എല്ലാം പ്രോഡക്റ്റ് ഡിമാൻഡ് ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റിൻ്റെ ബേസിൽ നമ്മൾ സെഗ്മെൻറ്റേഷൻ, ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. Population density. Markets may be divided into high density area, low density area, etc. Sales of consumer goods can be concentrated in areas with high density of population. അപ്പോൾ സെഗ്മെൻറ്റേഷൻ, ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നതിന് മറ്റൊരു ബേസാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ആളുകൾ കൂടുതലുള്ള ഏരിയയിലായിരിക്കണം നമ്മൾ, ഹൈ ഡെൻസിറ്റി പോപ്പുലേഷൻ ഏരിയയിലായിരിക്കണം നമ്മൾ സെഗ്മെൻറ്റ്സ് കുറച്ചുകൂടെ ടാർഗറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒരു സെഗ്മെൻറ്റായി ഡിവൈഡ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിന് തക്കതായ റിട്ടേൺ കിട്ടണമെങ്കിൽ അതിന് നല്ലൊരു പോപ്പുലേഷൻ എമൗണ്ട് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിന് നമ്മൾ ഇടുന്ന എഫേർട്ടിന് തക്കതായ റിട്ടേൺ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലാണ് ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യുക. ഏരിയയുടെ ബേസിൽ, ക്ലൈമറ്റിൻ്റെ ബേസിൽ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ബേസിലാണ് നമ്മൾ ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യുക. Demographic segmentation. The market is divided on the basis of demographic characters like age. Consumers' needs and want change with their age. ഒരു കൺസ്യൂമറിൻ്റെ ഏജ് മാറുന്ന അല്ലെങ്കിൽ കൂടുന്നതനുസരിച്ച് അവരുടെ നീഡ്സ് മാറി മാറി വരും. ഒരു കൊച്ചുകുട്ടിക്ക് ടോയ് ആണ് ആവശ്യമെങ്കിൽ മുതിർന്നു വരുന്ന ഒരു പയ്യന് ബൈക്ക് എന്ന രീതിയിൽ അല്ലെങ്കിൽ മൊബൈൽ എന്ന രീതിയിലേക്ക് ആ ഒരു കൺസ്യൂമറിൻ്റെ നീഡ് മാറി മാറി വരും. അതാണ് നമ്മൾ ഒരു ഏജ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ സെഗ്മെൻറ്റേഷൻ നടത്താനുള്ള മറ്റൊരു ക്രൈറ്റീരിയ, ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷന് നടത്താനുള്ള ക്രൈറ്റീരിയ ആയിട്ടാണ് നമ്മൾ ഏജിനെ എടുക്കുന്നത്. ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഒരു സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. Second, gender. The preference of men and women naturally differ.
മറ്റൊരു സെഗ്മെന്റേഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ജെൻഡർ ബേസിലാണ്. ആണുങ്ങളുടെ പ്രിഫറൻസ് അല്ല പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ജെൻഡർ ബേസിൽ നമുക്ക് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യാം. നമ്മൾ കൂടുതലും സെഗ്മെന്റ് ആയി ഡിവൈഡ് ചെയ്ത് കണ്ടിട്ടുള്ളത് ജെൻസ് പ്രോഡക്റ്റിന് മറ്റൊരു സെഗ്മെന്റ്, ലേഡീസ് പ്രോഡക്റ്റിന് മറ്റൊരു സെഗ്മെന്റ് എന്ന രീതിയിലാണ് നമ്മൾ സെഗ്മെന്റേഷൻ ചെയ്യുക, ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന രീതിയിൽ. Race, culture, nationality. The marketers need to consider the buying habits of each group while formulating their marketing strategy. പല രീതിയിൽ നമുക്ക് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ചെയ്യാം. റേസ്, കൾച്ചർ, നാഷണാലിറ്റി. ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ പല രീതിയിൽ കൾച്ചറുള്ള ആൾക്കാരുണ്ടാവാം, പല നാഷണാലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവാം. അപ്പോൾ അങ്ങനെ അത്തരത്തിലും നമുക്ക് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യാം. ഓക്യുപ്പേഷൻ. Marketers is also done on the base of occupation of the consumer. Occupation, ഒരു കൺസ്യൂമറിനെ ജോലി എന്താണ് അല്ലെങ്കിൽ എന്ത് പ്രൊഫഷനാണ് അദ്ദേഹം ചെയ്യുന്നത് അതനുസരിച്ച് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ ഡിഫറൻറ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരേ പ്രൊഫഷനുള്ള ആൾക്കാരെല്ലാം നമുക്ക് ഒരു സെഗ്മെൻറ്റായി ഡിവൈഡ് ചെയ്യും. അതിലാണ് നമ്മൾ occupation വൈസ് സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നത്. Family size. In order to suit the requirements of different family size, products are bought in different size and numbers. ഫാമിലിയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഡക്റ്റ് മേടിക്കുന്ന രീതി മാറും. ബൈയിങ് ബൈഹേവിയറിൽ ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി എന്ന രീതിയിൽ നമുക്ക് സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷനകത്ത് കണ്ടക്ട് ചെയ്യുന്നത്. ഏജിൻ്റെ അനുസരിച്ച് ഒരു സെഗ്മെന്റ് കണ്ടക്ട് ചെയ്യാം, ജെൻഡറിനനുസരിച്ച് സെഗ്മെന്റായി ഡിവൈഡ് ചെയ്യാം, റേസ്, കൾച്ചർ, നാഷണാലിറ്റി എന്ന രീതിയിൽ നമുക്ക് സെഗ്മെന്റ്സ് ഡിവൈഡ് ചെയ്യാം, ഒക്യുപ്പേഷൻ, ഫാമിലി സൈസ് എന്ന രീതിയിലെല്ലാം നമുക്ക് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യാം. Economic segmentation. The market is divided on the base of economic activities and income level of the consumer. On the base of income, the demographic groups are divided into high income group, middle income group and low income group. കൺസ്യൂമറിൻ്റെ ഇൻകം അനുസരിച്ച് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ബേസിൽ നമുക്ക് സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യും. അതിനാണ് നമ്മൾ എക്കണോമിക് സെഗ്മെന്റേഷൻ എന്ന് പറയുക. ഹൈ ഇൻകം ഗ്രൂപ്പിൻ്റെ ഒരു സെഗ്മെന്റ് ആയിട്ടും മിഡിൽ ഇൻകം ഗ്രൂപ്പ് ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ് എന്ന രീതിയിൽ നമുക്ക് പല പല സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവർക്ക് ആവശ്യകരമായ പ്രോഡക്ട്സും ആ ഒരു രീതിയിൽ മാർക്കറ്റ് മിക്സും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ. ദ മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഓൺ ദ ബേസ് ഓഫ് സൈക്കോളജിക്കൽ ക്യാരക്ടേഴ്സ് സച്ച് ആസ് ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, interest or combination of the variables of the consumer. അപ്പോൾ സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ കൺസ്യൂമറിനുള്ള പല ടൈപ്പ് ഓഫ് ഒപ്പീനിയൻസ്, ഒരേപോലുള്ള ആറ്റിറ്റ്യൂഡ് ഒപ്പീനിയൻസ് ഉള്ളവരെയൊക്കെ നമുക്കൊരു സെഗ്മെന്റ് ആക്കാം, മറ്റുള്ളവരെ മറ്റൊരു രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഇത്തരത്തിലും നമുക്ക് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന രീതിയിലും സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യാം. ബിഹേവിയറൽ സെഗ്മെന്റേഷൻ. ദ മാർക്കറ്റ് ഈസ് ഡിവൈഡ് ഓൺ ദ ബേസ് ഓഫ് purchase decision made by various groups. The knowledge, attitude and response of the customer toward the product must be considered while marketing. ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ബിഹേവിയറൽ പാറ്റേൺ അല്ലെങ്കിൽ പർച്ചേസിംഗ് ഡിസിഷൻ ഏത് രീതിയിൽ എടുക്കുന്നു, ഏത് രീതിയിലാണ് അതിലെ പർച്ചേസിംഗ് ബിഹേവിയർ എന്ന് മനസ്സിലാക്കി ഒരേ കണക്ക് ബിഹേവിയർ ഉള്ളവരെ നമുക്ക് ഒരു സെഗ്മെന്റായി ഡിവൈഡ് ചെയ്യാം. പർച്ചേസിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ പർച്ചേസിംഗ് ഡിസിഷൻ ഒരേപോലെ ഉള്ളവരെ നമുക്ക് ഒരേ സെഗ്മെന്റായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. Volume segmentation. Quantity purchased is the base for segmentation. Buyers are classified as bulk buyers, small scale buyers, regular buyers, one time buyers. ഒരു കൺസ്യൂമർ ഏത് രീതിയിലാണ് പ്രോഡക്റ്റിനെ പർച്ചേസ് ചെയ്യുന്നത്, എന്ത് ക്വാണ്ടിറ്റി, എത്രത്തോളം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു എന്ന രീതിയിൽ നമുക്ക് സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യാം. ഒരു ബൾക്ക് ബയർ, അതായത് ഒരു ടൈമിൽ വന്ന് ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ടൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ബൾക്ക് ബയേഴ്സ് എന്നും, സ്മോൾ സ്കെയിൽ ബയേഴ്സ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് മാത്രമായി മേടിക്കുന്നവരെ സ്മോൾ സ്കെയിൽ ബയേഴ്സ് എന്നും, റെഗുലർ ബയേഴ്സ് ആൻഡ് വൺ ടൈം ബയേഴ്സ്, അങ്ങനെ പല ഏത് രീതിയിലാണ് എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു എന്ന രീതിയിൽ നമുക്ക് സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യാം. അതിനെയാണ് വോളിയം സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ബെനഫിറ്റ് സെഗ്മെന്റേഷൻ. മാർക്കറ്റ്സ് ആർ ഓൾസോ സെഗ്മെന്റഡ് ഫോർ ദ ബെനഫിറ്റ് ദാറ്റ് ദ കസ്റ്റമർ സീക്ക് ഇൻ ദ പ്രോഡക്റ്റ് യൂസ്. ഡിഫറെന്റ് കസ്റ്റമേഴ്സ് സീക്ക് ഡിഫറെന്റ് ബെനഫിറ്റ്സ് ഫ്രം ദ പ്രോഡക്റ്റ്. Marketers choose some specific product and communicate those benefits using specific promotional programs. Benefit segmentation എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റ് തന്നെ രണ്ട് രീതിയിൽ രണ്ട് കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യാം. ആ പ്രോഡക്റ്റിന് ഒരു പ്രോഡക്റ്റ് ഒരു കൺസ്യൂമറിന് ഏത് രീതിയിലാണ് ബെനഫിഷ്യൽ ആകുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ സെഗ്മെന്റേഷൻ ചെയ്യാം. അതായത് ഒരു പ്രോഡക്റ്റ് ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന കൺസ്യൂമറിനെ ഒരു ഗ്രൂപ്പായിട്ടും മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു കൺസ്യൂമറിനെ മറ്റൊരു ഗ്രൂപ്പുമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനാണ് ബെനഫിറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. പ്രോഡക്റ്റിനെ എങ്ങനെയാണ് ബെനഫിഷ്യൽ ആക്കുന്നത് എന്ന രീതിയിലേക്ക് അവരെ ഡിവൈഡ് ചെയ്തൊരു മെത്തേഡാണ് ബെനഫിറ്റ് സെഗ്മെന്റേഷൻ. Hybrid segmentation. Several variables are combined to identify well-defined target groups. For example,
A bank not only identifies a group of wealthy clients but also groups them depending on current income, assets, savings, etc. ഹൈബ്രിഡ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാരക്ടറിൻ്റെ ബേസിൽ സെഗ്മെൻറ്റ് ചെയ്യാതെ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ബട്ട് സിമിലർ ആയിട്ടുള്ളവർ, അങ്ങനെ ഒരു ഹൈബ്രിഡ് പല ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു എഫക്റ്റീവ് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹൈബ്രിഡ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുക. ഒരു സിംഗിൾ ക്യാരക്ടറിൻ്റെ ബേസിലല്ല, ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിൾ ബാങ്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു ബാങ്ക് ഒരിക്കലും വെൽത്തി ക്ലയൻസിനെ മാത്രം സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യില്ല. വെൽത്തി ക്ലയൻസ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അവർ അവരുടെ കറണ്ട് ഇൻകം ചെക്ക് ചെയ്യും, അസറ്റ്സ് ചെക്ക് ചെയ്യും, സേവിങ് ഹാബിറ്റ് ചെക്ക് ചെയ്യും. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ഹൈബ്രിഡ് ആയിക്കൊണ്ടാണ് അവർ സെഗ്മെൻ്റായി ഡിവൈഡ് ചെയ്യുന്നത്. അല്ലാതെ വെൽത്തി ക്ലയൻസിനെ മാത്രം ഒരു സെഗ്മെൻ്റായി ഡിവൈഡ് ചെയ്താൽ അവർക്ക് എഫക്റ്റീവായിട്ട് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനാണ് നമ്മൾ ഹൈബ്രിഡ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുക. ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ മിക്സ് ചെയ്തുകൊണ്ടുള്ള സെഗ്മെൻറ്റേഷനാണ് നമ്മൾ ഹൈബ്രിഡ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുക. ഇത്തരത്തിലാണ് ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ പല രീതിയിലുള്ള ബേസിസ്, എന്തിൻ്റെയൊക്കെ ബേസിലാണ് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ പല ബേസിസ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാർക്കറ്റിനെ സബ് ഗ്രൂപ്പായി അല്ലെങ്കിൽ സെഗ്മെൻ്റായി ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. പല ബേസിസ് ഓഫ് സെഗ്മെൻറ്റേഷൻ നമ്മൾ കണ്ടു. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അസൈൻമെൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ബേസിസ് ഓഫ് കൺസ്യൂമർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഹാവ് എ നൈസ് ഡേ.